അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതം. രാഹുൽ മാങ്കൂട്ടത്തിൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത നടപടിയെ കടന്നാക്രമിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തു എന്നതിന്റെ പേരിൽ നോട്ടീസ് അയക്കുന്ന അന്വേഷണ രീതി രാഷ്ട്രീയ പ്രഹസനമാണെന്ന് രാഹുൽ പരിഹസിച്ചു. ശബരിമലയിലെ പൊന്നുവര മോഷ്ടിച്ച സർക്കാർ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പ്രതിപക്ഷ വേട്ട നടത്തുകയാണെന്നാണ് MLAയുടെ പ്രധാന ആരോപണം. ഫോട്ടോ എടുത്തവർക്കൊക്കെ നോട്ടീസ് അയക്കാനാണ് ഭാവമെങ്കിൽ അന്വേഷണ സംഘത്തിന് ക്ലബ് ഹൗസിന്റെ വിലാസം അറിയില്ലേ എന്ന് രാഹുൽ ചോദിച്ചു. 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ ഭാഗമല്ലാത്ത ഒരു പ്രതിപക്ഷ MPക്ക് എന്ത് പങ്കാണുള്ളതെന്ന് ചോദിച്ച രാഹുൽ, പ്രതിയായ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണെന്ന ഗുരുതരമായ ആരോപണവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചു. ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനം തരും. ജനം തിരിച്ചറിയും. ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വച്ച് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനും മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നൽകിയ മറുപടി തൃപ്തികരമാണോ എന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചില്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് വീണ്ടും വിളിപ്പിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെ രോഷാകുലനായി.